പശ്ചിമേഷ്യയിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് വെറും വെടിയൊച്ചകളല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി മേഖലയെ നിയന്ത്രിച്ചിരുന്ന അധികാര കേന്ദ്രങ്ങളുടെ തകർച്ചയുടെ ശബ്ദമാണ്. ഇറാനിലെ ഉന്നത സൈനിക രാഷ്ട്രീയ നേതൃത്വത്തെ ഒന്നൊന്നായി നിശബ്ദമാക്കിക്കൊണ്ട് ഇസ്രയേൽ നടത്തുന്ന ഡെക്കാപ്പിറ്റേഷൻ അഥവാ തലയറക്കൽ തന്ത്രം ലോകത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ശത്രുപക്ഷത്തിൻ്റെ തലവനെ ഇല്ലാതാക്കിയാൽ ആ പ്രസ്ഥാനം തകരും എന്ന ലളിതമായ യുദ്ധതന്ത്രമാണ് ഇസ്രയേൽ ഇവിടെ പയറ്റുന്നത്. എന്നാൽ ചരിത്രം നൽകുന്ന പാഠങ്ങൾ അത്ര ശുഭകരമല്ല. ഒരു തല വെട്ടുമ്പോൾ പകരം മുളച്ചു വരുന്ന 100 തലകളെ നേരിടാൻ ഇസ്രയേൽ സജ്ജമാണോ എന്ന ചോദ്യമാണ് ആഗോള സുരക്ഷാ വിദഗ്ധർ ഇപ്പോൾ ഉയർത്തുന്നത്. ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രത്തെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ നീക്കങ്ങൾ ഒരുപക്ഷെ ഇസ്രയേലിന് തന്നെ തിരിച്ചടിയായേക്കാവുന്ന ഒരു വലിയ കെണിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇസ്രയേൽ പയറ്റുന്ന ഈ തന്ത്രം പുതിയ ഒരു കാര്യമല്ല. ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ചരിത്രം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. 1992-ൽ ഹിസ്ബുള്ള നേതാവായിരുന്ന അബ്ബാസ് മുസവിയെ വധിച്ചപ്പോൾ ആ സംഘടന തകരുമെന്നാണ് ഇസ്രയേൽ കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ മുസവിക്ക് പകരക്കാരനായി വന്ന ഹസൻ നസറുള്ള എന്ന കരുത്തനായ നേതാവ് ഹിസ്ബുള്ളയെ മേഖലയിലെ ഏറ്റവും വലിയ സായുധ ശക്തിയാക്കി മാറ്റി. 2024-ൽ നസറള്ളയെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെയും ഇസ്രയേൽ വധിച്ചെങ്കിലും ഹിസ്ബുള്ള ഇപ്പോഴും ഇസ്രയേലിന് നേരെ റോക്കറ്റുകൾ വർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹമാസിൻ്റെ സ്ഥാപകൻ ഷെയ്ഖ് അഹമ്മദ് യാസിൻ മുതൽ ഒക്ടോബർ 7-ലെ ആക്രമണത്തിൻ്റെ സൂത്രധാരന്മാർ വരെ കൊല്ലപ്പെട്ടിട്ടും ഗാസയിലെ ആ സംഘടന ഇപ്പോഴും പകുതിയിലേറെ പ്രദേശങ്ങളിൽ സ്വാധീനം നിലനിർത്തുന്നു. ഇതിനർത്ഥം വ്യക്തികളെ ഇല്ലാതാക്കിയതുകൊണ്ട് മാത്രം ഒരു പ്രത്യയശാസ്ത്രത്തെയോ അതിന് പിന്നിലെ ജനകീയ വികാരത്തെയോ തോൽപ്പിക്കാനാവില്ല എന്ന് തന്നെയാണ്. സായുധ ഗ്രൂപ്പുകളെ നേരിടുന്നതും ഒരു രാഷ്ട്രത്തെ നേരിടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സാധാരണയായി ഒരു രാഷ്ട്രത്തിലെ ഭരണാധികാരികളെ വധിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മരണം ഈ യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഖമേനിക്ക് പകരക്കാരനായി എത്തിയ അദ്ദേഹത്തിൻ്റെ മകൻ മുജ്തബ ഖമേനി പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനായാണ് അറിയപ്പെടുന്നത്. ഒരു നേതാവിനെ വധിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരുന്നത് കൂടുതൽ മിതവാദിയായ ഒരാളാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും വിഡ്ഢിത്തമാണ്. മറിച്ച് കൂടുതൽ രോക്ഷാകുലരും വിട്ടുവീഴ്ചയില്ലാത്തവരുമായ പുതിയ തലമുറയാകും ആ കസേരയിൽ ഇരിക്കുക. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാർ കൊല്ലപ്പെട്ടിട്ടും അവർ തങ്ങളുടെ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നത് ഇതിൻ്റെ തെളിവാണ്. ഒരു ഭരണകൂടം എന്നത് കേവലം ഒരു വ്യക്തിയല്ല, മറിച്ച് പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് എന്ന് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ ജോ ആൾട്ടർമാൻ നിരീക്ഷിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക സുരക്ഷാ സംവിധാനങ്ങൾ അത്രമേൽ കെട്ടുറപ്പുള്ളതാണ്. ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും വർഷങ്ങൾ നീണ്ട ആക്രമണങ്ങളെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞത് ഈ വ്യവസ്ഥാപിതമായ ഭരണരീതി ഉള്ളതുകൊണ്ട് തന്നെയാണ്. നേതാക്കൾ അദൃശ്യരാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്താലും ഈ സംവിധാനം സ്വയം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതൊരു യന്ത്രം പോലെയാണ്. ഒരു ഭാഗം കേടായാൽ അത് മാറ്റിസ്ഥാപിക്കാൻ അവിടെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പകരക്കാരുണ്ടാകും. ചരിത്രത്തിലെ മറ്റു രാജ്യങ്ങളുടെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. 1961-ൽ കോങ്കോ പ്രധാനമന്ത്രി പാട്രിസ് ലുമുംബയെ വധിച്ചതിന് ശേഷം ആ രാജ്യം പതിറ്റാണ്ടുകൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിലേക്കും അസ്ഥിരതയിലേക്കുമാണ് വീണത്. 2011-ൽ ലിബിയയിൽ ഗദാഫിയെ വധിച്ചതിന് ശേഷം ഇന്നും ആ രാജ്യം സമാധാനം കണ്ടിട്ടില്ല. 2003-ൽ സദ്ദാം ഹുസൈൻ്റെ പതനത്തിന് ശേഷം ഇറാഖ് അനുഭവിച്ച ദുരിതങ്ങൾ ലോകത്തിന് മുന്നിലുണ്ട്. നേതാക്കളെ ഇല്ലാതാക്കി ഒരു രാജ്യം പിടിച്ചെടുക്കാൻ എളുപ്പമാണ്. എന്നാൽ അവിടെ സമാധാനപരമായ ഒരു ഭരണം കൊണ്ടുവരിക എന്നത് അതിലേറെ പ്രയാസകരമാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലക്ഷ്യമിടുന്നത് ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നാണ്. എന്നാൽ ഇത്തരമൊരു ജനകീയ മുന്നേറ്റം ഉണ്ടാകാനുള്ള യാതൊരു ലക്ഷണവും നിലവിൽ ഇറാനിലില്ല. പകരം പുറമേ നിന്നുള്ള ആക്രമണങ്ങൾ ഇറാനിലെ ജനങ്ങളെ തങ്ങളുടെ ഭരണകൂടത്തോട് കൂടുതൽ അടുപ്പിക്കാനാണ് സാധ്യത. ഇത്തരം ടാർഗറ്റഡ് കില്ലിങ്ങുകൾ മറ്റൊരു വലിയ അപകടം കൂടി ഒളിച്ചുവെക്കുന്നുണ്ട്. ഒരു നേതാവിന് തൻ്റെ അനുയായികളെ നിയന്ത്രിക്കാൻ നിശ്ചിത അളവിലെങ്കിലും സാധിക്കും. എന്നാൽ ആ നേതാവ് കൊല്ലപ്പെടുന്നതോടെ നിയന്ത്രണമില്ലാത്ത ചെറുകൂട്ടങ്ങൾ രൂപപ്പെടുകയും അവർ കൂടുതൽ അക്രമാസക്തരാകുന്ന രീതികൾ അവലംബിക്കുകയും ചെയ്യും. അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും കണക്കുകൾ സൂചിപ്പിക്കുന്നത് നേതാക്കൾ കൊല്ലപ്പെട്ടതിന് ശേഷം സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഗണ്യമായി വർദ്ധിച്ചു എന്നാണ്. വിവേകത്തോടെ ചിന്തിക്കുന്ന ഒരു നേതാവിനെ കൊന്നു തള്ളുമ്പോൾ പ്രകോപിതരായ ഒരു കൂട്ടം അനുയായികളെയാണ് ഇസ്രയേൽ സൃഷ്ടിക്കുന്നത്. ഇത് യുദ്ധത്തെ കൂടുതൽ ക്രൂരവും പ്രവചനാതീതവുമാക്കും. സൈനികമായ വിജയങ്ങൾ രാഷ്ട്രീയമായ പരിഹാരങ്ങൾക്ക് പകരമാകില്ല എന്നതാണ് നഗ്നമായ സത്യം. ഒരാളെ വധിക്കുന്നത് ഒരു താൽക്കാലിക വിജയം മാത്രമാണ്. ദശകങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയമായ ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളും അത്യാവശ്യമാണ്. സൈനിക വിജയങ്ങളെ രാഷ്ട്രീയ വിജയമായി മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ആ വിജയങ്ങൾ വെറും ജലരേഖയായി മാറും. ഇസ്രയേലിന് നിലവിൽ ഒരു വ്യക്തമായ രാഷ്ട്രീയ പദ്ധതിയില്ല എന്നതാണ് വലിയ പോരായ്മ. ഇറാനിലെ നേതാക്കളെ വധിച്ചതിന് ശേഷം അവിടെ ആര് ഭരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇസ്രയേലിനോ അമേരിക്കയ്ക്കോ ഇല്ല. ഈ ശൂന്യതയിലേക്ക് കടന്നു വരുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള കൂടുതൽ തീവ്രമായ ഗ്രൂപ്പുകളാണെങ്കിൽ അത് ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാകും.
ചുരുക്കത്തിൽ ഈ തലയറക്കൽ തന്ത്രം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരമാണോ അതോ ആത്മഹത്യാപരമായ നീക്കമാണോ എന്ന് തീരുമാനിക്കേണ്ടത് വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളാണ്. നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ ഇറാൻ തളരുന്നതിന് പകരം കൂടുതൽ കരുത്തോടെ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ അതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കും. ലോകം ഒരു മഹാമാരിയിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും കരകയറാൻ ശ്രമിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് ഉയരുന്ന ഈ തീപ്പൊരികൾ ആഗോളതലത്തിൽ വലിയ ആഘാതമുണ്ടാക്കും. ഇസ്രയേൽ കൊന്നുതള്ളുന്ന ഓരോ നേതാവിനും പകരം ഇറാന്റെ അധികാരത്തിന്റെ ഇടനാഴികളിൽ ആരാണ് വരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ സമാധാനം. രക്തം രക്തത്തെ വിളിക്കും എന്ന യുദ്ധത്തിന്റെ ആപ്തവാക്യം ഇവിടെയും സത്യമാവുകയാണെങ്കിൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അധ്യായങ്ങൾക്കായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.